ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഖത്തറിന് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്ത ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ പതിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തന്നെ പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഖത്തറിന് നേരെ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ഇറാന്റെ വ്യോമാക്രമണങ്ങളെ രാജ്യം വിജയകരമായി പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര സുരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് വിഭാഗവും ചേർന്ന് രാജ്യത്തുടനീളം പ്രത്യേക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുസേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിനുമായി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ വീണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടി നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിലും സ്ഥിരീകരിക്കാത്ത ദൃശ്യങ്ങളും വിശ്വസിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക സർക്കാർ വാർത്താ ചാനലിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിൽ വ്യാഴാഴ്ച രാത്രിയിൽ 2 തവണ അടിയന്തര അപായ സൈറൻ മുഴങ്ങി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവരും ശാന്തരായി തുടരണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം രാജ്യത്തിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ആക്രമണങ്ങൾ തടയുന്നതിനിടെ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങളിൽ പരിഭ്രാന്തരാകരുതെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ജനം, ദുബായ്.